ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയിലും ആലപ്പുഴ CPM-ൽ പുതിയ പ്രതിസന്ധി. കായംകുളം കൃഷ്ണപുരത്ത് ആദ്യ ലോക്കൽ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ ഏരിയ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലഘുലേഖ പുറത്തിറങ്ങി. സേവ് CPM ഫോറത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന ലഘുലേഖയിൽ S. നസീം, I. റഫീഖ് എന്നിവർക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉള്ളത്. സേവ് CPM ഫോറം കായംകുളം എന്ന പേരിൽ പ്രചരിക്കുന്ന ലഘുലേഖയിൽ കൃഷ്ണപുരത്തു നിന്നുള്ള ഏരിയ കമ്മിറ്റി അംഗമായ S. നസീം നടത്തിയ അഴിമതികളാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല വേരോട്ടമുണ്ടായിരുന്ന കൃഷ്ണപുരത്ത് പാർട്ടിയെ ഇന്നത്തെ ദയനീയ സ്ഥിതിയിലെത്തിച്ചത് S. നസീമാണെന്ന് ലഘുലേഖയിൽ പറയുന്നു. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി പോലും ആകാത്ത നസീം എങ്ങനെ ലോക്കൽ കമ്മിറ്റിയിലും തുടർന്ന് ഏരിയ സെന്റർ അംഗമായി എന്നും ലഘുലേഖ ചോദിക്കുന്നു. വ്യക്തിപരമായ നേട്ടത്തിനാണ് ചിലർ ശ്രമിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട പലരെയും ആരോപണ വിധേയൻ പാർട്ടി കമ്മിറ്റികളിൽ നിന്നും അകറ്റിയെന്നും ലഘുലേഖ പറയുന്നു. ചിലരുടെ പ്രവർത്തനം പാർട്ടിയെ അധപതനത്തിലാക്കി. ഏരിയ സെന്റർ അംഗമായ നേതാവ് പാർട്ടിയെ നശിപ്പിച്ചു. എതിർത്ത നിരവധി യുവാക്കളെ പല കാരണങ്ങളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കയർഫെഡിൽ ബന്ധുവിന് കിട്ടേണ്ട ജോലി PB അംഗത്തിന്റെ കത്ത് വാങ്ങി S. നസീം സ്വന്തമാക്കിയതായും SC വിഭാഗത്തിൽപ്പെട്ട നിർധനന് നൽകാനിരുന്ന ജോലി സ്വാധീനം ഉപയോഗിച്ച് ഭാര്യയ്ക്ക് നൽകിയതായും ആരോപണമുണ്ട്. മാത്രമല്ല, മകൾക്ക് ദേവസ്വം ബോർഡ് കോളേജിൽ പിൻവാതിൽ നിയമനം നൽകിയതായും KSF-ൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാതെ എഴുതിത്തള്ളിച്ചുവെന്നും ലഘുലേഖ ആരോപിക്കുന്നു. നേതൃസ്ഥാനം നിലനിർത്താൻ കൃഷ്ണപുരത്തെ CPM-ൽ S. നസീം വിഭാഗീയത സൃഷ്ടിക്കുന്നുവെന്നും ലഘുലേഖയിൽ പറയുന്നുണ്ട്. ഓരോ നേതാക്കളുടെയും അഴിമതികൾ ലഘുലേഖയിലൂടെ ഇനിയും പുറത്തറിയിക്കുമെന്ന മുന്നറിയിപ്പും സേവ് CPM ഫോറം നൽകുന്നു. ജനം, ആലപ്പുഴ.